ഓക്കെ, വിജയൻ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, നമസ്കാരം. അപ്പോൾ കൊല്ലത്ത് വിപുലമായ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് എന്നോട് അവിടെ നിന്ന് വിളിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രീ വിജയനും ക്രിസ്മസും പുതുവത്സരത്തിനെയൊക്കെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? ഇവിടെ വലിയ ആഘോഷങ്ങളാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ആഘോഷിക്കുന്നു. മാർക്കറ്റുകളിൽ, കമ്പോളങ്ങളിൽ എല്ലാം. ഈ നേരത്തെ വന്ന് പറഞ്ഞ ഒരു ബ്രിജേഷോ കൊല്ലത്ത് നിന്ന് തന്നെയുള്ള അത് പുള്ളി വന്ന് പറഞ്ഞതൊക്കെ ഈ RSSകാർ ആരാണ്ട് പറഞ്ഞു വിടുന്നു, BJPക്കാർ പറഞ്ഞു വിടുന്നു എന്നുള്ള രീതിയിൽ കൂടെ. ഞാനൊരു 50 കൊല്ലമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഇതേവരെ ഞാൻ കേൾക്കെ ഇങ്ങനെ ഒരു ആളുകളെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പിടിച്ചു മാറ്റണമെന്നോ അല്ലെ മറ്റുള്ളവരുടെ മതത്തിൽ കയറി ഇടപെടണമെന്നോ പറഞ്ഞ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല സാറേ. ഇപ്പോഴും അത്യാവശ്യം പ്രൗഢശാലയിലൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം മണിമലയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ ഈ RSSകാർ പറയുന്നത് ഇങ്ങനെയൊന്നും തങ്ങൾ ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഒരു ആശയം തങ്ങൾക്കില്ല, ഇത് ആരോ എന്തോ വ്യക്തിപരമായ 1-2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതാണ്, ഇതിനെ എടുത്ത് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അതിനെ അംഗീകരിക്കുമോ? നമസ്കാരം. നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഇപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് രാത്രികാലങ്ങളില് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഒരു 4 കരോള് നമ്മുടെ വീട്ടിൽ വന്നു പോയി. എല്ലാവരെല്ലാം ഹാപ്പിയാണ്. ആ വന്നവരൊക്കെ ഏത് മതത്തിൽപ്പെടുന്നവരാണെന്ന് നമുക്കറിയില്ല. ആ ക്രിസ്മസ് പാപ്പായുടെ വേഷം കിട്ടുന്ന ആരാണെന്ന് നമുക്കറിയില്ല. അത് മുഖം മൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആളുടെ അറിയുകൂടിയില്ല. കുട്ടികൾ അങ്ങനെ ആഘോഷിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ചില വേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അറിയുന്നതിൽ ഒരു കഴമ്പും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾ വെറുതെ പറയില്ല, മന്ത്രി വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം. വാപുരൻ എന്ന് പറഞ്ഞ് ഒരു അമ്പലം ഉണ്ടാക്കാൻ നടക്കുന്നു എരുമേലിൽ. ഞങ്ങളുടെ മണിമലയിൽ നിന്ന് 16 കിലോമീറ്ററേ ഉള്ളൂ എരുമേലിക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓണം എന്ന് പറഞ്ഞാല് മഹാബലിയുടെ വരവല്ല, അത് വാമന ജയന്തിയായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളുടെ മാധ്യമങ്ങളിലും ഒക്കെ വന്നു പോയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശബരിമലയെ കാണിക്കിടരുന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. അതിന് പകരം അയ്യപ്പൻ വിളക്ക് തൂക്കിയാൽ മതി എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് അയ്യപ്പൻ വിളക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത സംഖ്യകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒന്നും അത്ര ഒരു നല്ല രീതിയിലല്ല പോകുന്നത്. അവര് സൗകര്യം കിട്ടുന്നിടത്തൊക്കെ അവർ ഈ പണി കാണിക്കും. ഇപ്പൊ നോക്കൂ, നമ്മുടെ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ, കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അവിടെ പാടിയത് ഗണഗീതമാണ് പാടിയത്. അവർ ദേശീയഗാനമോ വന്ദേമാനോ ഒന്നും പാടിയില്ല, ഗണഗീതം പാടി. അതേ സമയത്ത് പാലക്കാട് എന്തോ രാംനാരായൺ എന്നോ മറ്റോ പറഞ്ഞ ഒരാളെ എന്തോ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച് തല്ലിക്കൊന്നതില് 3-4 പ്രതികള് BJPക്കാരാണെന്നോ RSSകാരാണെന്നോ ഒക്കെയാണ് വാർത്തകൾ പറയുന്നത്. ഇപ്പൊ തന്നെ ഞാനിപ്പോ സോഷ്യൽ മീഡിയയെ കണ്ടത് ഒറീസയില് വഴിയോരത്ത് പാവപ്പെട്ടവർ ഈ ക്രിസ്മസ് കരോളിനുള്ള ഈ മുഖംമൂടിയൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് ഫാദർ കെട്ടുന്ന ആൾക്കാരുടെ, അതൊക്കെ വിൽക്കുന്നവരെ തല്ലി ഓടിക്കുന്ന ഒരു സീൻ ഞാനിപ്പോ കുറച്ചു മുമ്പേ സോഷ്യൽ മീഡിയയെ കണ്ടതേ ഉള്ളൂ. അപ്പൊ എല്ലാം ഒന്നും അത്ര ശുദ്ധമായിട്ടല്ല പോകുന്നത്. ഇവര് സൗകര്യം കിട്ടുന്നിടത്തൊക്കെ വിഷം കയറ്റാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, ശശികല ടീച്ചറൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണല്ലോ നമ്മള് മലയാളികള്. അവരൊന്നും വെറുതെ വിടത്തിൽ ആരെയും സൂക്ഷിച്ചിരുന്നത് നല്ലതാ. ഈ ശ്രീനാരായണ ഗുരു പണ്ട് കല്ലെടുത്ത് ശിവനാണെന്ന് പ്രതിഷ്ഠിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ആ ശ്രീനാരായണ ഗുരുവിനെ എതിർത്തവരുണ്ടല്ലോ, ആ നാരായണ ഗുരുവിനെ എതിർത്തവരുടെ പിന്മുറക്കാരാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. അവര് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഇവിടെ കലാപങ്ങളും വർഗീയ ലഹളയും ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ ആ കാലം മാറിയപ്പോ അവരുടെ പിന്മുറക്കാർ ഇതിനകത്തൊക്കെ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കേരള സമൂഹം, പ്രബുദ്ധ കേരളം ജാഗ്രതയായിട്ടിരുന്നില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, ജാഗ്രതയായിരിക്കുക, അതാണ് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിക്കുകയാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഒരു വേണ്ടാത്ത വിവാദമായിരുന്നോ, അതോ ഇല്ലാത്തൊരു വിവാദമായിരുന്നോ, അതോ ഉള്ള ഒരു പ്രധാന കാര്യമായിരുന്നോ? എന്താണ് അനിയൻകുട്ടന് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. ഇതൊരു ഇല്ലാത്ത വിവാദമാണെന്നോ? അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു അന്വേഷണം അല്ലെ, പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസ് അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇത് എന്തോ ഒരു മറച്ചു വെക്കുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ വിവാദം ഉണ്ടായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പോയി അറസ്റ്റ് ചെയ്യണം. യെസ്, ഓക്കെ. അപ്പോൾ അത് സമയക്കുറവുകൊണ്ടാണ്, മറ്റാളുകളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അനിയൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഫാദർ സാമുവൽ ഉണ്ട് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഫാദർ സാമുവൽ, ഈ വാർത്തകൾ ഫാദർ സാമുവലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഈ ക്രിസ്മസ് നിരോധിക്കുന്നു, വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത്, അതോ ഇതൊന്നും അത്ര മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമല്ല, മതേതര കേരളം കൂട്ടായി ഇതിനൊക്കെ ഒപ്പം
നിൽക്കും എന്നാണോ കരുതേണ്ടത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വടക്കേ ഇന്ത്യയില് കേരളത്തിലും ആവർത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാന സന്ദേശം നൽകുന്നതാണ്. കേരൾ ഗ്രൂപ്പ് ഭവനങ്ങൾ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ തെരുവീതിയിൽ അവര് ആഘോഷം നടത്തുന്നതൊക്കെ ഈ സമാധാന സന്തോഷത്തിന് സന്ദേശം അറിയിക്കാനായിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചിലർ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് ചില VIP ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് വളരെ മാന്യതയോടെ പറയണം, ഈ പരിപാടി തുടർന്നു പോയാൽ ഞങ്ങൾക്ക് പ്രയാസമാണ്. അത് പറയാനുള്ള ധൈര്യം വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വളരെ വ്യക്തമാണ്, അഭിപ്രായം കൃത്യവുമാണ്. കെ വി നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ വി നായർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെ നിന്നായിരുന്നു കെ വി നായർ വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം മങ്കാട്ടുകടവിനക്കരെ നിന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരിടത്ത് ആറ്റുകാലിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. പക്ഷേ സ്കൂൾ അധികൃതർ അത് അംഗീകരിക്കുന്നില്ല. ഇത് മറ്റു പലയിടങ്ങളിലുണ്ട് എന്നിടത്ത് കേന്ദ്രങ്ങൾ പറയുന്നു. ശ്രീ കെ വി നായർക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഉണ്ടോ? ആ സ്കൂളുകളിൽ ക്രിസ്മസ് നിരോധിക്കാൻ വിലക്കാൻ നീക്കമുണ്ടോ ശ്രീ കെ വി നായർ? ഒരിക്കലുമില്ല. എന്തെന്നറിയാമോ, ഞാൻ താമസിക്കുന്ന വാർഡില് 30 കൊല്ലമായി BJP ആണ് ഭരിക്കുന്നത്. ഇവിടെയുള്ള പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. ഒരു പള്ളിയും ഒരു അമ്പലവും മുഖത്തൊരു മുഖമുണ്ട്. അവിടുത്തെ ഉത്സവം നടത്തുന്ന ഒരു ദിവസങ്ങളിലാണ്. അതായത് ക്രിസ്മസ് 25-നാണ്. ഈ 25-നാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ച് അവിടെ നടത്തിപ്പോകുന്നത്. ഒരിക്കലും അതും RSSകാരാണ് നടത്തിപ്പോകുന്നത്. ഒരിക്കലും ഇതൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ ശ്രീമതി ജയ കൂടി എന്നോടൊപ്പം ചേരുന്നു. നമുക്ക് സമയം വളരെ കുറവാണ്. ശ്രീമതി ജയ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ശ്രീമതി ജയ വിശ്വസിക്കുന്നുണ്ടോ? നമസ്കാരം. 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 ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും ക്രിസ്മസിനൊന്നും ഒരു വിലക്കുമില്ല. നമ്മുടെ അടുത്തിവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇന്നലെ മുതലേ ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ക്രിസ്മസിന്റെ പരിപാടികൾ. പിന്നെ കുഞ്ഞു മക്കള് ക്രിസ്മസ് ആഘോഷമായിട്ട് നമ്മുടെ ഗേറ്റിന്റെ അടുത്തൊക്കെ വരാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം ഇന്നായിരിക്കും തുടങ്ങുന്നത്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല മനു. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ രാജേഷ്, ഇവിടെ കേരളത്തിലെ സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ ശ്രമിക്കുന്നു എന്ന മന്ത്രിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെന്ന് ശ്രീ രാജേഷിന് തോന്നുന്നുണ്ടോ? സാറേ, സ്കൂളിലൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കരുത്. ആഘോഷങ്ങൾ വീടുകളിലും പള്ളികളിലും ആക്കിയാൽ കുഴപ്പമില്ല. സ്കൂളിൽ എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു? സ്കൂളിൽ കുട്ടികളല്ലേ, അവര് ക്രിസ്മസും ഓണവും ഒക്കെ ആഘോഷിക്കുമല്ലോ. ക്രിസ്മസ് പാപ്പയുണ്ട്, ദേശീയ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷെ അല്ല, ഓണം ദേശീയ ആഘോഷം. അവിടെ ഇപ്പൊ വാമനനോ മഹാവിഷ്ണുവിന്റെ കാര്യങ്ങളൊന്നുമില്ല. അത് ദേശീയ ആഘോഷമാണ്, മലയാളിയുടെ പൊതു ആഘോഷമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആഘോഷിക്കുന്നു. അത് അങ്ങനെയാക്കി മാറ്റിയത്. ക്രിസ്മസ് ഏറെക്കുറെയൊക്കെ അങ്ങനെയല്ലേ? അതിപ്പോ ക്രിസ്ത്യാനികളുടെ മാത്രമാണോ? ക്രിസ്തുദേവൻ അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ മുഴുവനല്ലേ? ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രമാണ് ക്രിസ്മസ്. അതെല്ലാ മതവിഭാഗത്തിന്റെ ഒന്നുമല്ല. എന്നാൽ എല്ലാ കാര്യത്തിലും പിന്നെന്താ ഇവിടെ അങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടാവും. CPM ഒരു നയവും ഇല്ലേ? അതുപോലെ മതങ്ങൾക്ക് ഓരോ നയവും ഇല്ലേ? അത് ശരി. അപ്പൊ സ്കൂളിൽ എന്തിനു നടത്തണം ക്രിസ്മസ്? സ്കൂളിൽ എല്ലാ ജാതീയ വിഭാഗങ്ങളും പഠിക്കുന്ന സ്ഥലല്ലേ? അപ്പൊ അവിടെ മറ്റു മതസ്ഥരായ കുട്ടികളുടെ തലയിൽ ഈ ക്രിസ്മസ് അടിച്ചു വെക്കുന്നു എന്നാണോ താങ്കളുടെ ആക്ഷേപം? അതിന്റെ ആവശ്യം അവന്റെ വീടുകളിൽ ആഘോഷിക്കണം. ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കണം. ഇപ്പൊ നമ്മളെ വിളിച്ചാൽ നമ്മൾ പോകും. അല്ലാണ്ട് സ്കൂളിലാണോ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? ശരി, അത് എന്ത് ന്യായാവസ്ഥ? പക്ഷേ എന്തെല്ലാം ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. അതുപോലെയല്ലേ പോകേണ്ടത്? ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ സ്നേഹത്തിന്റെ, പങ്കിടലിന്റെ, കരുണയുടെ ഒക്കെ ഒരു തെറ്റെന്ത്? സ്നേഹിച്ചോളൂ. നിങ്ങളെ ഫ്രണ്ട് ഇല്ലേ ക്രിസ്ത്യാനികൾ? നിങ്ങൾ അവരെ വീട്ടിൽ വിളിച്ച് നിങ്ങൾ പോയില്ലേ? ഓക്കെ. പിന്നെ സ്കൂളിൽ എന്തിനാ പോകേണ്ട ആവശ്യം? സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണ്. അവിടെ ഹിന്ദുക്കളുടെ കുട്ടികളുണ്ട്, മുസ്ലിങ്ങളുടെ കുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളുടെ കുട്ടികളുണ്ട്. അവരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞ കാര്യം നടക്കും. അവനവന്റെ ഗൃഹങ്ങളിൽ ആഘോഷിക്കണം, പള്ളികളിൽ ആഘോഷിക്കണം. അതിനുള്ള ഉത്തർപ്രദേശിൽ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്.